ഒരു ചോദ്യം കിട്ടിയിരുന്നേ, അപ്പോൾ ഞാനത് മറന്നുപോയി. ചോദ്യം ഇങ്ങനെയാണ്: വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് സ്വപ്നം കാണാനുള്ള ലിമിറ്റ് എവിടെയാണ്? എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, കല്യാണമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന്. ജീവിതത്തിലെ വലിയ സംഭവങ്ങളിൽ ഒന്നാണ് കല്യാണം, അത്രയേ ഉള്ളൂ. അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്ന ആൾക്കാരൊന്നുമല്ല നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളാകുവാനാണ് കേട്ടോ. നിങ്ങൾ പടച്ചോൻ്റെ മാത്രം അടിമകളാണ്, വേറൊരാളുടെയും അടിമയല്ല, ഈശ്വരൻ്റെ മാത്രം അടിമകളാണ്. ഒരു കുരുവിയുടെ മുന്നിൽ ഒരു പാമ്പിങ്ങനെ ഒരു മൂർഖനിങ്ങനെ പത്തി വിടർത്തി ആടുമ്പോൾ കുരുവി എന്താ വിചാരിക്കുന്നത്? പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് ചെയ്യുക, അല്ലേ? അല്ലേ? എന്താണ്, മൂർഖനാണ് നിൽക്കുന്നത്. മൂർഖനിങ്ങനെ പത്തി വിടർത്തി ആടുമ്പോഴേ ഈ മുന്നിലിരിക്കുന്ന ഈ കുരുവി ആകെ പേടിച്ചു വിറക്കും. ഈ കുരുവിക്കറിയൂലേ, കുരുവിക്കൊരു ചിറകുണ്ട് എന്നും ആ ചിറകിന് പറക്കാനൊരാകാശമുണ്ട് എന്നും. ഈ കുരുവി എന്തേ മറന്നുപോയത്? സ്വന്തം ആകാശം ഒരു കുരുവി തിരിച്ചറിഞ്ഞാൽ ഈ പാമ്പിനിങ്ങനെ വെറുതെ ആടാൻ മാത്രമേ കഴിയൂ, വെറുതെ ഇങ്ങനെ ആടാൻ മാത്രമേ കഴിയുള്ളൂ, നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു സർപ്പത്തിൻ്റെ മുന്നിലും നിങ്ങൾ ഈ ചിറക് പൂട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാകാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന ആൾക്കാർ. എനിക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തായിരിക്കും, വേറൊരാളുടെ അടിമയല്ല നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്തായിരുന്നു എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് ജീവിതത്തിൻ്റെ സകലമാന സന്ദർഭങ്ങളിൽ ഒരാൾ നിലനിർത്തേണ്ട ഒന്നാണ്. പക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിരിടാൻ ലോകത്ത് വേറൊരാൾക്കും അവകാശമില്ല. സാധാരണ പറയാറില്ലേ, ഒരു പുരുഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും. ശരിയാ, ഏതൊരു പുരുഷൻ്റെയും വിജയത്തിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ടാവും. പരാജയത്തിൻ്റെ പിന്നിൽ എത്ര ആൾക്കാരുണ്ടാവും എന്നുള്ളത് ഒരു നിശ്ചയമല്ല. വിജയത്തിൻ്റെ പിന്നിൽ ഒരാൾ ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ ഒരു സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നിൽ കേട്ടോ, ഒരു സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നിൽ അവൾ തന്നെയായിരിക്കും. അവളുടെ ഉറച്ച നിലപാടുകളായിരിക്കും, അവളുടെ വിശ്രമമില്ലാത്ത നിലപാടുകളായിരിക്കും. അങ്ങനെ എത്ര ആൾക്കാരെ കാണിച്ചു തരണം നിങ്ങൾക്ക്. 1909-ലും 1911-ലും നൊബേൽ സമ്മാനം നേടിയൊരു സ്ത്രീയുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും ഒക്കത്ത് വെച്ചിട്ട് കോളേജിലേക്ക് പോയി പഠിച്ച ആളാണ്, അറിയോ? കല്യാണം കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ട് കോളേജിൽ പോയിട്ട് പഠിച്ച പെൺകുട്ടിയാണ് അവൾ. അങ്ങനെ അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളിലും അന്വേഷണങ്ങളിലും മുഴുകുന്നു. അങ്ങനെ ആ ഭർത്താവിനും അവൾക്കും 1909 ഫിസിക്സിൽ നൊബേൽ സമ്മാനം കിട്ടുന്നു. ഇതേ ആൾക്ക് തന്നെ ഭർത്താവ് മരിച്ചുപോയി. എന്നിട്ട് ഇവളുടെ പോരാട്ടങ്ങളും അന്വേഷണങ്ങളും അവസാനിക്കുന്നില്ല. ഇവൾ 1911 ഒറ്റയ്ക്ക് പോയിട്ട് നൊബേൽ സമ്മാനത്തിൻ്റെ മാല കഴുത്തിലണിയുമ്പോൾ ഇവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നില്ലായിരുന്നു. ആരാന്നറിയോ നിങ്ങൾക്ക്? മേരി ക്യൂറി എന്നാണ് അവളുടെ പേര്. എന്തൊരു ആവേശം തരുന്ന ചരിത്രമാണെന്നറിയാം. ആ മേരി ക്യൂറി പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാം? ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യും. ഇത് വെറുതെ ഒരാൾ പറയണല്ല, അവർ പറയണ വാക്കുകൾ. അവർ പറയാ പ്രശ്നങ്ങളുണ്ടാവും, നമുക്കൊരു സ്വപ്നമുണ്ടോ എന്നുള്ളതാണ് കാര്യം. ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മുന്നിൽ ചെറുതായി പോകും. വിചാരിക്കരുത്, ഇത് പറയാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാം. ഇവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാ. ഒരു മാഷ് ഒരു ദിവസം ക്ലാസ്സിലേക്ക് വന്ന് എന്നിട്ട് 2000 രൂപയുടെ നോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇതാർക്കാണ് വേണ്ടത്? ഫ്രീ ആണ്. അപ്പോൾ കുട്ടികളെല്ലാവരും കൈ വീശിയിട്ട് പറഞ്ഞു, എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് ആ പൈസ ഇങ്ങനെ കയ്യിലിട്ടിട്ട് ചുരുട്ടി പിടിച്ചു. അപ്പോൾ ചുളിഞ്ഞു പോകില്ലേ? എന്നിട്ട് മാഷ് ചോദിച്ചു, ഇപ്പം ഇതാർക്കാണ് വേണ്ടത്?
അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം. അപ്പം മാഷ് ആ പൈസ ഇങ്ങനെ ആ നോട്ട് ഇങ്ങനെ താഴേക്ക് വെച്ചിട്ട് അതിലിങ്ങനെ ചവിട്ടുകയൊക്കെ ചെയ്തു. അതിലാകെ മണ്ണ് പുരണ്ടു, അഴുക്കായി, കാണാൻ ഒരു ഭംഗിയില്ലാതായി. എന്നിട്ട് ആ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ആ നോട്ട് ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് മാഷ് പിന്നെയും ചോദിച്ചു ഇപ്പം ഇതാർക്കാണ് വേണ്ടത്? അപ്പോഴും കുട്ടികൾ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് വേണം. മാഷ് ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഇതിലാകെ ചെളിയായില്ലേ, അഴുക്കായില്ലേ, ചുളിഞ്ഞു പോയില്ലേ, എന്നിട്ടും നിങ്ങൾക്ക് വേണോ? എന്നിട്ടും വേണം വേണമെന്ന് അറിയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞു മാഷേ, അഴുക്കായാലും ചെളിയായാലും ചുളിഞ്ഞു പോയാലും 2000 റുപ്യ 2000 റുപ്യ തന്നെയല്ലേ, അതിൻ്റെ വാല്യൂ കുറയില്ലല്ലോ. അപ്പം മാഷ് പറഞ്ഞു കൊടുത്തു, എടാ ജീവിതം എങ്ങനെയാണ്, ചില സമയത്ത് ചുളിഞ്ഞൊക്കെ പോവും, ചില സമയത്ത് അഴുക്കാവും, ചില സമയത്ത് കാണാൻ ഒരു ഭംഗിയില്ലാതാവും, ചിലപ്പോൾ ആരുടെയൊക്കെയോ ചവിട്ട് കൊണ്ട് അത് വലിയ പാടുകളൊക്കെ വരും. അപ്പോഴും 2000 റുപ്യക്ക് 2000 രൂപയുടെ വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ജീവിതത്തിന് അതിൻ്റെ വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മഹത്യയെക്കുറിച്ചായിരുന്നു ചോദ്യം. ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ആളുകൾ ഒളിച്ചോടില്ലേ? ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന്, ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളില്ലേ? ഈ ഒളിച്ചോട്ടമാണ് വലിയ ഒളിച്ചോട്ടമായി പലപ്പോഴും ജീവിതത്തിൽ മാറാറുള്ളത്. ആ ഒളിച്ചോട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് ആത്മഹത്യ. മനസ്സിലായില്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടും, എസ്കേപ്പ് ആവും. അത് നേരിടില്ല. അത് നേരിട്ടാൽ അറിയായിരുന്നു അത് നേരിടാൻ കഴിയുമെന്ന്, ചോദിച്ചാൽ മനസ്സിലാകുമായിരുന്നു, പറഞ്ഞാൽ മതിയായിരുന്നു, ഒന്ന് ഷെയർ ചെയ്താൽ മതിയായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഒളിച്ചു ഓടുന്ന ചെറിയ ചെറിയ ഒളിച്ചോട്ടങ്ങളിൽ നിന്നാണ് അവസാനം വലിയൊരു ഒളിച്ചോട്ടത്തിലേക്ക് എത്തുന്നത്. ആ ഒളിച്ചോട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് നിങ്ങൾ പറഞ്ഞ പേര്, ആത്മഹത്യ. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വില എന്താന്ന് നമ്മളെ കുട്ടികൾ അറിയട്ടെ, നമ്മളും അറിയട്ടെ, അതിൻ്റെ രസം എന്താണെന്ന് അറിയട്ടെ. ശരി, താങ്ക് യു സോ മച്ച്. എന്തായാലും 2 മണിയോട് അടുക്കുന്ന ഒരു നേരമാണ്. പല ആൾക്കാർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ വിശക്കുന്നുണ്ടാവും. ആൻഡ് ലഞ്ചിനും പ്രേയറിനും ഉള്ളൊരു സമയമാണ്. 2:30 നമുക്ക് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്യാം. ആൻഡ് 2:30 നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഇവിടെ ബാക്കിയുണ്ട്. വിഷൻ ലോഞ്ച് ഉണ്ട്, അതിനുശേഷം മെൻ്റലിസ്റ്റ് ആദിയുടെ മൈൻഡ് റീഡിങ് ആൻഡ് മാജിക് സെഷൻ ഉണ്ട്. പിന്നെ നമ്മളെ കുട്ടികളുടെ ആൽബേഡോ കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, അവാർഡ് സെറിമണി ടു സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കവാലി ഉണ്ട്, സമീർ ബിൻസി ആൻഡ് ഇമാം ബഞ്ച്ബൂർ. ഓക്കെ, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 2:30 റീജോയിൻ ചെയ്യേണ്ടത്. 3rd ഫ്ലോറിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതായത് തൊട്ട് മുകളിലത്തെ ഫ്ലോർ. നമുക്ക് ഫുഡെല്ലാം കഴിച്ച് ഒന്ന് ഉഷാറാവാം. Thank you so much.